സുഹൃത്തുക്കളെ, വേനലൊക്കെ കടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മളെപ്പോലെ തന്നെ പക്ഷി മൃഗാദികൾക്കൊക്കെ വെള്ളത്തിന് ദാഹിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം കൂടി വരുന്നൊരു സമയമാണ്. അപ്പം ഞാനും മക്കളെല്ലാം കൂടി ഒരു തെർമോക്കോളിൻ്റെ ബോക്സ് എടുത്തിട്ട് പക്ഷികൾക്ക് വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടി ഉള്ളൊരു ബോക്സ് സംഘടിപ്പിക്കാൻ വേണ്ടി പോയിട്ട് എല്ലാ കൊല്ലം നമ്മൾ വെക്കുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം വെക്കണം. ഇറങ്ങി ഞങ്ങൾ വണ്ടി എടുത്ത് പോകാം കേട്ടോ. വൈകി കാണിച്ചു തരാം. അപ്പോൾ ബോക്സിന് വേണ്ടി വന്നിട്ട് ഞങ്ങൾ പക്ഷിയൊക്കെ വെള്ളം വെച്ചെടുക്കാൻ അധിക സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കൽ ഈ മീൻകാർ ഒഴിവാക്കിയ പഴയ ബോക്സ് എടുത്തുകൊണ്ടിട്ട് അതിൽ വെള്ളം നിറച്ചിട്ടോ പക്ഷിക്ക് വെച്ചെടുക്കുക. സാമാന്യം വലിയൊരു ബോക്സ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെടുത്ത് പോകാൻ നോക്കിയാന്ന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത് മുറിച്ചൊന്ന് ലെവലാക്കണം. കാര്യമല്ല, ചെറിയൊരു വീട് ഓടിക്കുക. അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീണിട്ട് അതിൻ്റെ കരച്ചിലാട്ടോ. ചെറിയൊരു ഓടരുത്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അത് കട്ടി കേട്ടോ. ഇത്രയും വലിയ പെട്ടി വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾക്ക് വന്നിട്ട് കുളിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അറ്റേക്ക് ഇപ്പോൾ നമ്മളതിൻ്റെ നീളം കുറയ്ക്കണ്ട. അപ്പോൾ മുറിച്ചു കൊടുക്കാൻ നല്ല കട്ടിയാട്ടോ ഇതിന്. ഇതിന് കുളിക്കാനായിട്ട് വേനൽക്കാലത്ത് ഇതിൽ ഒരുപാട് പക്ഷികൾ വരും കേട്ടോ കുളിക്കാൻ. കാക്കകളും മൈനകളും കുളക്കോഴിയും ഒക്കെ വന്ന് കുളിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. കുളിക്കുന്ന വെള്ളം കുടിച്ചിട്ട് പോകുന്നൊക്കെ എല്ലാ കൊല്ലം നമ്മളിത് വെക്കുന്നതാണ്. അപ്പോൾ മരണം വരെ ഇത് വെക്കുകയും ചെയ്യും. അതുകൊണ്ട് എത്ര റിസ്ക് എടുത്തൊക്കെ എടുക്കുന്നത് എങ്കിൽ കൊണ്ടുവരും കേട്ടോ. ഇതിലൊരിക്കൽ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. താർപ്പായിൻ്റെ വെള്ളം വെച്ച് ഇതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. താർപ്പായിൽ വയലിലിട്ട താർപ്പായി എടുക്കാനിട്ടെ. അപ്പോൾ ഇത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടപ്പോഴത്തേക്ക് കഴുകി എടുത്തിടണം. കുളിക്കാനുള്ള കുളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുളമല്ല, ഒരു എന്താണ് ഇതിട്ട് കുളിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ വന്നിട്ട് ഉള്ളൊരു സംവിധാനമായിട്ട് ഇത് ഞാൻ എല്ലാ കൊല്ലവും ഒരു ഒറ്റ വർഷം പോലും മുടങ്ങാതെ ഒരു 5-6 വർഷമായിട്ട് ചെയ്തു പോരുന്ന ഒരു കക്ഷികൾ വന്നിട്ട് കുളിക്കും ഇതാക്കും. ഇതുപോലെ പറ്റാവുന്ന എല്ലാവരും ഒന്ന് ഒരു ഇതുപോലത്തെ വെള്ളം ശേഖരിച്ചു കൊണ്ട് ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഉണ്ടാകുന്നൊരു വെക്കുന്ന സാധനം. പക്ഷേ പലരും ചെറിയ പാത്രത്തിലാണ് വെക്കൽ. അപ്പോൾ പക്ഷികൾ കുളിക്കാൻ ഇതാക്കാനെന്നുള്ള സൗകര്യം കിട്ടില്ല. ഇതിൽ ഒരേ സമയത്ത് 3-4 പക്ഷികൾക്ക് ഒരുമിച്ച് വന്ന് കുളിക്കട്ടോ. അതതിൻ്റെ പ്രത്യേകത. അത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഇത് ഞാൻ ചെയ്യുന്ന വലിയൊരു സംഭവമൊന്നും ഞാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ ഒരുവിധം വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കണ്ടിട്ട് ചെയ്യാൻ അവർക്ക് ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഭക്ഷണം അതിൻ്റെ തൊട്ടടുത്ത്. ഇത് രാവിലെ ഉച്ചയ്ക്കും പുലർച്ചെ എണീച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചുണർത്താനായിട്ട് കുറച്ച് കാക്കകളൊക്കെ ഇട്ട് വരിക. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണിത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുളക്കോഴി വരും. ഡെയിലി വരുന്ന കുളക്കോഴികളൊക്കെ ഉണ്ട്. അത് ഞാൻ കുഴിച്ചിട്ട് അങ്ങനെ നമ്മളെ പക്ഷികൾക്കുള്ള ബാത്ത് ടബ് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈളൊക്കെ കുത്തി വെച്ചിട്ട് അത്യാവശ്യം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലില്ലേ ദിവസം ഇവിടെ വരുന്ന കുളക്കോഴി കാക്കകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൂടെയുള്ള മറ്റു പക്ഷികൾ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇവിടെ ഇറങ്ങിയിട്ട് ഇതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടൊക്കെ പോട്ടോ. അത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ചോറിട്ടെടുത്തണ്ടോ. ഇത് ഡെയിലി ഞാൻ വീട്ടിലുണ്ടാകുന്ന സമയത്ത് രാവിലെ ഉച്ചയ്ക്ക് മുടങ്ങാണ്ട് ചെയ്യുന്ന കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലില്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞ് ഞാൻ ഏൽപ്പിക്കുന്നുണ്ട് കുറച്ച് ചോറ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ അതിട്ട് കിട്ടുകൊടുക്കാം കേട്ടോ. അപ്പോൾ അവരിവിടെ വന്ന് ഡെയിലി രാവിലെ വന്ന് ഭക്ഷണം കഴിച്ച് കുളക്കോയിനൊക്കെ കാണട്ടെ. എന്ന് വെച്ചാൽ പുലർച്ചെ വരും. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഇവിടെ വേണം. ഞാൻ പുലർച്ചെ എണീക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ഞാൻ ഭക്ഷണം ഇട്ടു. അത് കൃത്യമായിട്ട് അവർക്കറിയാം ആ ഭക്ഷണം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആ കഴിച്ചിട്ട് പോട്ടെ. എന്നിട്ട് ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ ആ വെള്ളവും കുടിച്ച് അതിലൊന്ന് മുങ്ങി കുളിച്ച് പോകുന്ന കാണാൻ ഭയങ്കര സുഖമാട്ടോ മനസ്സിന്. ഇതിൽ പരം സന്തോഷം വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന വലിയ സംഭവമൊന്നുമല്ല. എന്നിരുന്നാൽ കൂടി
ഞാൻ ചെയ്യുന്ന വലിയ സംഭവം ഒന്നുമില്ല. എന്നിരുന്നാൽ കൂടി ഒരു മനസ്സിൻ്റെ സന്തോഷമാണ്. ഇത് പലരും ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ എന്നാലും അധിക വീടുകളിൽ ഞങ്ങൾ ചെറിയ ബേസിനിലൊക്കെയാണ് വെള്ളം വെക്കുന്ന ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത്ര വലുതിലാട്ടോ വെക്കുക. ഇതിൽ 3-4 പക്ഷികളൊക്കെ ഒരുമിച്ച് വന്ന് കുളിച്ചിട്ട് പോകുന്നത് കാണും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പക്ഷികൾ വന്ന് കുളിക്കുന്നൊക്കെ ഞാൻ പിന്നീടൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. താങ്ക് യു.